விந்தையால் சரவணத்தில் வந்ததோர் அவதரித்து கந்தனாலருணினாலே கருணையாய் இண்டொடுத்து சுந்தரி குரத்தி மாது வரிசையாய் அலைந்து வாராய். கந்தவடி வேலவனே நீகதியே சண்முகா, கந்தவடி வேலவனே நீகதியே சண்முகா, கந்தவடி வேலவனே நீகதியே சண்முகா, கந்தவடி வேலவனே நீகதியே சண்முகா, ஆறுமுக நீகதியே ஆதரிப்போரில்லே சுவாமி, ஆறுமுக நீகதியே ஆதரிப்போரில்லே சுவாமி, இந்த மாம்பிளங்கலாமோ கந்தநாட இந்த வேளை, இந்த நம்பிலங்கலாமோ கண்ணநாத இந்த வேளை, இந்த வேளை வந்தருளும் ஈசனே சர்வேசனே, இந்த வேளை வந்தருளாய் ஈசனே சர்வேஸ்வரே, ஏறுமாயிலேறி வரும் ஈசனே சர்வேசனே, ஏறுமயிலேறி வரும் ஈசனே சர்வேசனே, ஏறுமாயிலேறி வரும் ஈசனே சர்வேசனே, ஏறுமயிலேறி வரும் ஈசனே சர்வேசனே, ആദിയിൽ വിനായകന്റെ പാദമിതാ പോற்றி, 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 ആരമുദത്തോടുദിച്ച കരണിയാൽ വാണി, ആരമുദത്തോടുദിച്ച കരണിയാൽ വാണി, ആദിയിൽ വിനായകന്റെ പാദമിതാ പോற்றி, ആദിയിൽ വിനായകന്റെ പാദമിതാ പോற்றி, ആരമുദത്തോടുദിച്ച കരണിയാൽ വാണി, ആരമുദ പാദപത്മം തഞ്ചമോടെ മോദമായി തോഴുതേ, പാദപത്മം തഞ്ചമോടെ സജ്ജനം നീറഞ്ഞിരിക്കൂ സൽസഭയോ പോற்றி, സജ്ജനം നീറഞ്ഞിരിക്കൂ സൽസഭയോ പോற்றி, ചൊല്ലിടാം കൂറത്തി തൻ്റെ നല്ലൊരു ചരിത്രം, ചൊല്ലിടാം കൂറത്തി തൻ്റെ നല്ലൊരു ചരിത്രം, വല്ലഭത്തം വന്നതാകിൽ എല്ലാരും പോറുകിൻ, വല്ലഭത്തം വന്നതാകിൽ എല്ലാരും പോറുകിൻ, പൊക്കമായി പേർ വിളങ്ങും തെക്കുമലയാളോ, പൊക്കമായി പേർ വിളങ്ങും
തന്നിലുണ്ട് പാണ്ഡ്യന്റെ മുന്നമായ നാട്. വാണിലുണ്ട് പാണ്ഡ്യന്റെ തിരുവനന്തപുരമെൻ്റെ സ്വന്തമായ നാട്. തിരുവനന്തപുരമെൻ്റെ സ്വന്തമായ നാട്. ആയതിൽ വസിച്ചിടും കൂലക്കുറത്തിയാണ്. ആയതിൽ വസിച്ചിടും രാമനെന്നച്ഛനുടെ നാമധേയം കേൾപ്പിൻ. രാമനെന്നച്ഛനുടെ നാമധേയം കേൾപ്പിൻ. പാറുവെന്നമ്മയുടെ പേരു കേട്ടുകൊൾവിൻ. പാറുവെന്നൻ ഏണമോടിരുവരുമായി വാണിരിക്കും കാലോ. ഏണമോടിരുവരുമായി വാണിരിക്കും കാലോ. മക്കളില്ലാതേറെ കാലം ദുഃഖഭാവം പൂണ്ടു. മക്കളി നേർച്ചകൾ വഴിപാടുകൾ ചേർച്ചയോടെ ചെയ്തു. നേർച്ചകൾ വഴിപാടുകൾ ചേർച്ചയോടെ ചെയ്തു. അങ്ങനെയുണ്ടായതാണീ കൊച്ചു കുഞ്ഞേൻ്റെ അങ്ങനെ ഉണ്ടായതാണീ ലക്ഷ്മിയെന്നും ഗൗരിയെന്നും രണ്ടു പേരുണ്ട്. ലക്ഷ്മിയെന്നും ഗൗരിയെന്നും രണ്ടു പേരുണ്ട്. നാട്ടു വകയില്ലാതെ വിറ്റു താലി വേഗം. കൊറ്റിനു വകയില്ലാതെ വിറ്റു താലിവേ. ഞാനുമെൻ്റെ കുറവനും കൂറവൻ തായ മാത്രം. പഞ്ചം പീഴ പാന ഞങ്ങൾ വഞ്ചി കേറി പോന്നു. സഞ്ചി സമാനമെടുത്ത് വഞ്ചി കേറി പോന്നു. വഞ്ചി സമാനമെടുത്ത് വഞ്ചി കേറി പോന്നു. കട്ടിയുള്ള കഞ്ചിപ്രാക്കും മെത്തകളനേകം. കട്ടിയുള്ള കഞ്ചിപ്രാക്കോ മെത്തകളനേകം. പേർ പുകഴും തത്തമംഗലത്തിലുമീ നേത്തി. പേർ പുകഴും തത്തമംഗലത്തിലുമീ നേത്തി. കട്ടിയുള്ള കഞ്ചി പ്രാക്കൂ കെട്ടിമാറാപ്പാക്കി. കട്ടിയുള്ള കഞ്ചി പ്രാക്കൂ കെട്ടിമാറാപ്പാ. കട്ടിയുള്ള കഞ്ചി പ്രാക്കും കെട്ടിമാറാപ്പാക്കി. കട്ടിയുള്ള കഞ്ചി പ്രാക്കും കെട്ടിമാറാപ്പാക്കി. കട്ടിയുള്ള കട്ടിയുള്ള കഞ്ചി പ്രാക്കും കെട്ടി മാറാപ്പാക്കി. കട്ടിയുള്ള കഞ്ചി പ്രാക്കും കെട്ടി
അയ്യോ അച്ഛാ ഇവിടെ ആരുമില്ല അച്ഛാ. അയ്യോ അച്ഛാ ഇവിടെ ആരുമില്ല അച്ഛാ. ഇവിടെ എല്ലാവരും ഉണ്ട് കുട്ടി, എല്ലാവരും ഉണ്ട്. ഇത്രയും ജനങ്ങളെ ഉണ്ടായിട്ടും പോരെ? ഇതിൽ മതി, ഞാൻ മതിയോ? അച്ഛാ അച്ഛനെ കൊണ്ട് കൂട്ടിയാ കൂടും അച്ഛാ. ഇന്നലെ വന്ന ഒരുമാതിരിപ്പെട്ടതിനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടാണ് വിട്ടത്. ഇന്നത്തെ പറ്റുമോ എന്നുള്ള അറിയാം. നിന്റെ സൈസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. എന്തായാലും ഞാൻ നോക്കാം. ആ എന്താ നിന്റെ പേരെന്താണ്? നീ എവിടുന്നാണ്, എവിടുന്നാ വന്ന്, എന്താ പണി നിന്റെ? എല്ലാം അതൊന്ന് പറയുന്നോട്ടെ. ഞാൻ പന്തലിൽ കയറണവരെ എനിക്ക് ആ ബേജാറേ ഉണ്ടായിരുന്നില്ല. നിന്നെ കണ്ടപ്പോഴാണ് ആ ബേജാറെ തുടങ്ങിയത്. എനിക്ക് മനസ്സിലായോ? എന്തായാലും കുഴപ്പമില്ല. എന്താ നിന്റെ ജാതി എന്താണ് അത് പറ. ഈ നാട്ടിൽ ആര് വന്നാലും ജാതി അച്ഛനാണ്. അതെ അതെ, ഞാൻ തന്നെ ജാതി ചോദിക്കണം. ഞാൻ വില്ലേജ് ഓഫീസിലായിരുന്നു ഇതിന് മുന്നേ. അതുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് കൊടുക്കണമെങ്കിൽ ഇത് നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണേ ജാതി എന്താണ് പറയൂ. തുറത്ത് ആരെ തുറത്തണം? തുറത്തിയല്ല, കുറത്തി. ആ എവിടുന്ന് വരണ കുറത്തിയാണമ്മ? ഞാൻ വടക്കുന്ന് വരണാണെങ്കിലോ? അപ്പൊ നീ തെക്കുന്ന എവിടുന്ന പറ, കറക്റ്റ് ആയിട്ട് പറയേ. ഓ പത്മനാഭന്റെ നാട്ടിൽ നിന്നാണല്ലേ വരവ്? എന്താ കുട്ടിയുടെ പേരെന്താണ്? അത് കണ്ടാലേ അറിയാം. എന്നാലും പേര് നീ ഒന്ന് പറയേ. വിനോദേ, ഗൗരി. ആ ശരിയപ്പാ. എന്താ നിനക്ക് എന്താ പണി? എന്താണ് എന്റെ പണി വന്ന് കൈ നോക്കണ കൊറത്തിയല്ല. ഓ കൈ നോക്കണ കൊറത്തിയാണല്ലേ? ശരിയമ്മാ, നീ ഇപ്പൊ എവിടുന്നാ വരണത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നല്ല. അല്ലല്ല, ഇപ്പൊ എവിടുന്നാ വരണേന്ന്? ഗുരുവായൂരിന്ന്, പത്മനാഭന്റെ നാട്ടിന്ന് ഗുരുവായൂരപ്പന്റെ നാട്ടിലെത്തിയില്ലേ? ശരി, ഗുരുവായൂരിൽ എന്തൊക്കെയാണ് അമ്മ വിശേഷങ്ങള്? ഞാൻ പറഞ്ഞുതരാ, കേട്ടു നോക്കി. ഓക്കെ കേട്ടാ. ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ നല്ലൊരനുഗ്രഹം ദേവന്റെയുണ്ടെങ്കിൽ ചൊല്ലുവാൻ എന്നെ തുണയ്ക്കട്ടെ. നല്ലൊരനുഗ്രഹം ദേവന്റെയുണ്ടെങ്കിൽ ചൊല്ലുവാൻ എന്നെ തുണയ്ക്കട്ടെ. ഉയർന്ന മേടയിലിരുന്നു കാണണ്ടേ വരുന്നുള്ളോരോരാതിശയോ. നിറഞ്ഞ കണ്ണിനാൽ നിറഞ്ഞ സന്തോഷം വരുന്ന ജനങ്ങൾക്കൊക്കെയും കാലത്തു ശിവേദി കൊട്ടിത്തരകുമ്പോൾ ബാലതിമാരുടെ പാട്ടുണ്ട്. കാലത്തു നാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പൂരേശനാം നാഥന്റെ
ശ്രീ ഗുരുവായൂർ പുരേശനനാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പുരേശനനാഥന്റെ ശ്രീ ഗുരുവായൂർ പുരേശനനാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ എന്താ മണിയേട്ടാ, ഗുരുവായൂരേ ഒന്ന് പോണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഗുരുവായൂർ പോയിട്ട് തൊഴുത് വന്ന പോലെയായി നമുക്ക് അല്ലേ? ഇനി പോണ്ട, പോയി വന്ന മാതിരി തന്നെയായി. ശരി മാ, നിനക്ക് തൊഴില് കൈനോട്ടോന്ന് പറഞ്ഞില്ലേ? എനിക്ക് കുറെ കാലമായിട്ടേ നല്ലൊരു കുറത്തി വരികയാണെങ്കിൽ ഇവിടെ വാ, അടുത്ത് നിനക്ക്. എവിടൊക്കെയാണ് എത്ര അർജന്റ്? നാട്ടുകാർ കാണില്ല. അതുകൊണ്ട് എന്താണ് അതിനെ തന്നെ മറ്റേ ട്യൂബ് ഇട്ടിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തിയിരിക്കണത്? അതെ ശരി, ശരി നോട്ട് ചെയ്തിട്ടുണ്ട്, തരാട്ടാ. അതെ, നല്ലൊരു കുറത്തി വന്ന എനിക്ക് പറ്റിയ ഒരാളുടെ കൈ നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ദിവസമായിട്ട് ആഗ്രഹമാണ്. നന്നായി നോക്കണം. ആ അച്ഛന്റെ ഭൂതവും ഭാവിയും വർത്തമാനം എല്ലാം പറഞ്ഞു. അയാളെ കണ്ടാലേ ഒരു ഭൂതത്തിനെ പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷേ നന്നായി നോക്കണം. നീ നോക്കുവോ? ഞാൻ നോക്കിയിട്ട് വിളിക്കട്ടെ അയാളെ. വിളിക്കട്ടെ. വിനേട്ടാ വരും. ഇന്നലെ പച്ച, ഇന്ന് കയ്യ് പൊളിക്കും. നമുക്കേ നല്ലൊരു കുറത്തി തെക്കു തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭന്റെ മണ്ണിന്ന് വന്നിട്ടുണ്ട്. നോക്കിയാ അറിയില്ലേ നല്ല കുട്ടിയാണോന്ന്? എങ്ങനെയുണ്ട് കുട്ടി? നോക്കാ. ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ റിജക്റ്റഡ് അല്ലേ? നോക്കാ. ശരി, ഒന്ന് വാ. അത് ഏത് കയ്യ്? കയ്യേ ഒന്ന് കൊടുക്കിൻ, ആ കുട്ടി നോക്കട്ടെ. ആ കൊടുക്കിൻ, നോക്കട്ടെ. പിന്നെ ആള് മേനാണ്, ചോദിച്ചാ മതി, അപ്പൊ എടുത്ത് തരും. കാശേ ഇന്നലെ കൊടുത്തില്ലേ അതുപോലെ കൈ കൊടുക്ക. ഞാൻ ഈ അങ്ങാടിയിൽ എത്തിയപ്പോഴേ വിജയൻ അച്ഛൻ പറഞ്ഞ അച്ഛനെ കണ്ടു. വലിയ വയറ് ബുള്ളറ്റിലൊക്കെ ടക്കാന്നാണ് പോണത്. അപ്പൊ നമ്മുടെ വിജയേട്ടാണ്. ആ എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ മേനോന്മാരൊക്കെ കാര്യം കഴിഞ്ഞാൽ കാശ് തരില്ല. അല്ലല്ല, അത് വിജയേട്ടയ്ക്ക് മാത്രമേ ഇപ്രാവശ്യം കണ്ണീറുകളിക്ക് പറയാൻ പറ്റുള്ളൂ. അത് വിജയേട്ടയ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കാശൊക്കെ അയാൾ തരും. നീ കൈ നോക്കി കൊടുക്ക്. ആ അവിടെ നിൽക്കണം. നാലാൾക്കേ കുറെ കാര്യങ്ങൾ അറിയാം. എന്നെ പോലെ തന്നെ കുറെ ആൾക്ക് അറിയാനുള്ള ആൾക്കാരുണ്ട്. ഇവിടെ നിൽക്കിൻ ഇവിടെ. ഏട്ടാ എന്നാ ആ കാലും കൂടി എടുത്ത് കൊടുക്കിൻ. രണ്ട് കൈയോ? ഒരു കൈ കൊടുത്താ മതി. അത് നോക്കിയാലേ എന്താ പറയാൻ പോണെന്ന് അറിയില്ല. നീട്ടിനച്ച നിൻ കൈകൾ നിങ്ങൾ മേളത്തോടെ മുന്നിൽ. നീട്ടിനച്ച കൈകൾ നിങ്ങൾ മേളത്തോടെ നീട്ടിനച്ച കൈകൾ നിങ്ങൾ മേളത്തോടെ മുന്നിൽ. നീട്ടിനച്ച കൈകൾ നിങ്ങൾ മേളത്തോടെ മുന്നിൽ. വീട്ടിലുണ്ട് വിശേഷങ്ങൾ മാട്ടുബാധ ചൊല്ലാം. വീട്ടിലുണ്ട് വിശേഷങ്ങൾ മാട്ടുബാധ ചൊല്ലാം. മൂന്നുരേഖ മാഞ്ഞുപോയി മൂലനാശം വന്നു. ആ മൂലനാശം വന്നു. അതാണ് ആ കുട്ടി ഇങ്ങനെ തന്നെ നോക്കിയത്. ബാക്കി കേക്കിൻ എന്തെങ്കിലും നല്ലത് പറയാനുണ്ടാവും ആ കുട്ടിക്ക്. നാലുരേഖ മാഞ്ഞുപോയി നാശകാലം വന്നു.
നാലുരേഖ മാഞ്ഞു പോയി നാശകാലോ വന്നു. ഇല്ല, കയ്യിൽ രേഖയില്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റുമോ കുട്ടിക്ക്? ഉള്ള രേഖ വെച്ച് നോക്കട്ടെ, ബാക്കി എന്തെങ്കിലും പറയാനുണ്ടാവും. മേനൻ ചൂടാവണ്ട, കൈ കാണിക്കൂ. കാണിക്കൻ. 4 പേരാൽ തമ്മിൽ തല്ലി 4 ഭാഗത്തായി. 4 പേരാൽ തമ്മിൽ തല്ലി 4 ഭാഗത്തായി. 4 പേര് 4 ഭാഗത്തായാലും നിങ്ങൾ ഇവിടെ സ്റ്റേണായിട്ട് നിൽക്കണില്ലേ? അത് പോരെ? കൊടുക്കിൻ കയ്യേ, കൊടുക്കിൻ. എന്തെങ്കിലും നല്ലതാ കുട്ടിക്ക് പറയാനുണ്ടാവും. എങ്ങനെ നോക്കിയാലേ പറയാം. അപ്പോഴേക്കും കൈ മാറ്റി പോയാ ഉള്ള രേഖയും കൂടെ പോവും. മിണ്ടാണ്ടിരിക്കൻ. 10 മക്കൾ യോഗമുണ്ട്, ഭാഗ്യവാനാണച്ഛൻ. 10 മക്കൾ യോഗമുണ്ട്. ആ മീശയൊക്കെ പിരിക്കുന്നോടെ 10 എണ്ണം. വേറെ പണിക്കേ പോണ്ട, വേറെ പണിക്കേ പോണ്ട. എന്താ പണി ചോദിച്ചാൽ തന്നെ പണി എന്ന് പറയേണ്ടി വരും. 10 മക്കൾക്കാണ് യോഗം ഉള്ളത്. 10 എണ്ണം. വീണ്ടാണ് വീട്ടില് കാലിന് മേലെ കാലൂട്ടിരിക്കുക, പഞ്ചവാദ്യമൊക്കെ കേൾക്കുക. 10 മക്കളാണ്. ബാക്കി കാശെല്ലാം ബാക്കി എന്തെങ്കിലും പറയണ്ടോ നോക്കി. അതെ അതെ, ഒരാള് നിങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ IPL ആയി. കൊടുക്കിൻ. പാതിയതിൽ ചത്തുപോകും സങ്കടപ്പെടേണ്ട. ഏട്ടാ കുഴപ്പമില്ല, ബാക്കി 5 എണ്ണം നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ നിന്നൊക്കെ നമുക്ക് ലേലം കൊടുക്കാം. 5 എണ്ണം ഇല്ലേ? പിടിക്കും, കൊടുക്കിൻ കയ്യേ. 4 മക്കൾ യമപുരിയിൽ കാലനോട് ചേരൂ. 4 മക്കൾ യമപുരിയിൽ കാലനോട് ചേരും. സോറി, IPL കളിക്കാൻ പറ്റില്ല. വല്ല സിംഗിൾ ബാഡ്മിന്റനോ വല്ല ചെയ്യാൻ പറ്റുള്ളൂ. 9 എണ്ണം പോയി. പക്ഷെ ഒന്നില്ലേ? പോരെ? ഒന്നുണ്ടെങ്കിലും തീപ്പൊരി ഐറ്റം ആണെങ്കിൽ അത് അടിപൊളിയല്ലേ? നോക്കിയാണ് ഒന്നുകൂടെ. അതന്നെ. നല്ല മകൻ ഒന്നുണ്ടച്ച കണ്ണു രണ്ടുമില്ല. ഒന്നുണ്ടച്ച കണ്ണു രണ്ടുമില്ല. ഏട്ടാ കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, പിച്ചക്കെങ്കിലും വിടാ. അപ്പോഴും വരുമാനമാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണത്. ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഒന്നുകൂടി കൈ കാണിക്കുന്നു. നിങ്ങളുടെ അല്ലാണ്ട് വേറെ ആരെയും ഇവിടെ രേഖ കാണിക്കാനേ പറ്റില്ല കുട്ടിക്ക്. ഒന്ന് നോക്കി. കണ്ണില്ലെങ്കിൽ പോട്ടയച്ച കാല് രണ്ടുമുണ്ടി. കണ്ണില്ലെങ്കിൽ പോട്ടയച്ച കാല് രണ്ടുമുണ്ടി. പക്ഷേ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ കുട്ടി നന്നായിട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ടു. ഒന്നുകൂടി നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ട് ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? കൈ കാണിക്കും. കണ്ടാകർണൻ കണ്ടെത്താര് രണ്ടുണ്ടച്ച ദൈവോ. കണ്ടാകർണൻ കണ്ടെത്താര് രണ്ടുണ്ടച്ച ദൈവോ. ഉണ്ടായ നാളു തൊട്ട് പൂട്ടും പൂശയില്ല. ഉണ്ടായത നാളു തൊട്ട് പൂട്ടും പൂശയില്ല. പൂട്ടുപൂശയില്ലഞ്ഞിട്ട് മാട്ടുമാത വന്നു. എന്താണ്?
ഞാൻ കൊടുക്കില്ല പറഞ്ഞാല് നിങ്ങൾ എല്ലാ ദിവസം കഴിക്കുമ്പോഴും ഉള്ളു കൈയിട്ട് 3 തുള്ളി കൊടുക്കും. എനിക്കറിയാം, അതുകൊണ്ട് മതിയാവുണ്ടാവില്ല. ഉഗ്രനല്ലേ, 3 തുള്ളി കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ അടിച്ച 3 തുള്ളി കൊടുത്ത നിങ്ങൾ സാറ്റിസ്ഫൈഡ്, ഹി ഈസ് ഡിസാറ്റിസ്ഫൈഡ്. ഒന്നുകൂടി കൊടുക്കൻ കയ്യേ. അതും കൂടി ഊട്ടുപൂശ ഇല്ലഞ്ഞിട്ട് മാട്ടുബാധ വന്നു. ഊട്ടുപൂശ ഇല്ലഞ്ഞിട്ട് ഉണ്ടായി ഊറഞ്ഞു വന്നത് കണ്ടെത്താരാണാച്ച. ഉണ്ടായി ഊറഞ്ഞു വന്നത് കണ്ടെത്താരാണാച്ച. ഔ, കണ്ടെത്താരെന്നെ വന്നു. ഇത് വിളവ്, ഇത് കണ്ടെത്താറല്ല, ഇത് വിളവ്. കാശ് കൊടുക്കേണ്ട സമയത്തേ ഇന്നലെ ഊന്നായിരുന്നു, ഇന്ന് കണ്ടെത്താര്. കാശ് കൊടുക്കൻ അയാൾക്കല്ല, കൈ നോക്കിയതിന് പുറത്തേക്ക് കാശ് കൊടുക്കാൻ. എന്തിന് അല്ല, ഞാനിപ്പോ എന്താ ആലോചിക്കണ അറിയോ? ഇങ്ങനെ നിക്കുമ്പോ മിണ്ടാണ്ട് എന്റെ കൈ നോക്കായിരുന്നു. നോക്കി നിക്കണത് എന്റെ കൈ നോക്കായിരുന്നു. ആ ആ, എന്ത് തപസ്? ഞങ്ങൾ ആരും ഇല്ലാത്ത കുന്നും പുറത്ത് പോകും, കൂടാരം കെട്ടും, അവിടെ ഇരിക്കും ഞങ്ങൾ. ആ, ഈ തപസ് എനിക്ക് മനസ്സിലായി. അതിനാ കുട്ടിയെ കിട്ടില്ല. ഇതേ ഉറഞ്ഞപ്പോഴേ മനസ്സിലായി എനിക്ക്. ഇത് കിട്ടില്ല. ശരിയമ്മാ, ഇവിടെ എന്തിനാ ഇവിടെ വന്നത് എന്ന് ആദ്യം ചോദിക്കുന്നു. അച്ഛാ, ഞാൻ എന്റെ കുറവനും കൂടി ഗുരുവായൂർ തൊഴുത് നേരെ കാട്ടിക്ക് പോയി അച്ഛാ. ആ കാടല്ല അച്ഛാ, തേക്കിൻകാട്. നിങ്ങൾ ഉടനെ കാട് പറഞ്ഞപ്പോ അങ്ങനെ സൈഡ് വഴി അതല്ല, തേക്കിൻകാട്. തേക്കിൻകാട് പോയി തൃശ്ശൂര്. ആ, പൂരത്തിന് പോയി. ആ, പൂരത്തിന് വെടിക്കെട്ടിപ്പെട്ട് എന്റെ കുറവ് എനിക്ക് കാണാതെ അച്ഛാ. റഡാറിന്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാ. ഇന്നും കാണാണ്ട് പോയിട്ടുണ്ട്. ആ, എന്താണ് നമുക്ക് ഈ കുട്ടിയെ എവിടെയെങ്കിലും പിടിച്ചിരുത്താം. എവിടെയെങ്കിലും പിടിച്ചിരുത്താം. അങ്ങനെ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാശ് കൊടുക്കാത്തതിനെ വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് നാട്ടിലെ നല്ല ആൾക്കാരെ ആരെങ്കിലും കൈയൊന്ന് നോക്കിയിട്ടേ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്നൊന്ന് നോക്കിയാലോ. ആരെങ്കിലും നല്ല ആളെ നോക്കി ഒന്ന് തപ്പി കണ്ടുപിടിക്കും നോക്കട്ടെ. കറക്റ്റ് ആളെ കണ്ടുപിടിക്കും നോക്കട്ടെ. തത്തമംഗലത്തിലെ ഏറ്റവും നല്ല അച്ഛൻ അനിയച്ചനല്ല. ആ, പിടിച്ചോ കയ്യേ, വിടണ്ട കയ്യേ. കൈ പിടിച്ചു നോക്ക് കുറത്തി. എന്താണിത്? നാണോ? പൊന്നിൻ തമ്പൂരാന്റെ കരോ മുന്നിലൊന്ന് നീട്ടേൻ. പൊന്നിൻ തമ്പൂരാന്റെ കരോ മുന്നിലൊന്ന് സുന്ദരിയാം രേഖ നോക്കി 1 2 സുന്ദരിയാം രേഖ നോക്കി 1 2 ചക്രവർത്തി യോഗമാണ് ചക്രരേഖ നോക്കി. ചക്രവർത്തി യോഗമാണ് ശത്രുപീഡയുണ്ട് നിങ്ങൾ ഓർത്തു നടക്കേണോ. ശത്രുപീഡയുണ്ട് ഞങ്ങൾ ഓർത്തു നടക്കേണോ. ബന്ധുബലം തീരയില്ല സന്തതിയുമില്ല. ബന്ധുബലം തീരയില്ല സന്തതിയുമില്ല. തന്നയ പിൻ വേഗമെന്നെ വന്നിടും കൂറവൾ. തന്നിടുമേ വേഗമെന്നെ വന്നിടും കൂറവൾ. കൈനോട്ടമൊക്കെ ബഹു കേമോയി. നീ ഒരു ഭാഗത്തിരിക്കേ.
കുറവൻ വരും, അല്ലെങ്കിൽ കുറവനെ ഞങ്ങൾ കാണിച്ചു തരാം. വന്നിട്ട് കാണിച്ചു കൊടുക്കുക. അതിന് മുന്നേ എങ്ങനെ കാണിച്ചു കൊടുക്കണം? എവിടെയെങ്കിലും സേഫായി പോയിട്ട് ഒരു ഭാഗത്തിരിക്കേ. ട്ടാ കൊണ്ടുപോകണ്ട, അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. കുറവൻ വന്നാ എവിടേക്ക് കൊണ്ടുപോണ്? തനനൈ തന്നൈ തനനൈ തന്നൈ തനനൈ തന്നൈ തനനാം തനനൈ തന്നൈ തനനൈ തന്നൈ തനനൈ തന്നൈ തനനാം തനനൈ തന്നൈ തനനൈ തന്നൈ തനനൈ തന്നൈ തനനാ 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 തനനൈ തന്നൈ തനനൈ തന്നൈ തനനൈ തന്നൈ തനനൈ തന്നൈ തനനൈ തന്നൈ തനനാ 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 തനനൈ തന്നൈ കുറവൻ ഞാൻ വരുന്നേൻ തമ്പുരാനെ അഭയം ഞാൻ തരുന്നേൻ കുറവൻ വന്നിട്ടും അഭയം തന്നിട്ടും കുറവൻ വന്നിട്ടും അഭയം തന്നിട്ടും ശരണം ചെയ്തു ഞാൻ സഭയിൽ വന്നു ഞാൻ അഭയം ഞാൻ തരുന്നേൻ ഇന്ദത്തയ്യായെന്നു ചന്തത്തിൽ പാടുവാൻ ഇന്ദത്തയ്യായെന്നു ചന്തത്തിൽ പാടുവാൻ ചൊന്തി മോഹൻ തുണയരുൾവ ചെയ്യണം കുറവൻ ഞാൻ വരുന്നേൻ അഭയം ഞാൻ തരുന്നേൻ ആദിമഹാദേവി എൻ്റെ അമ്മേ ജ്യോതിമണി വിളക്കേ ആദിമഹാദേവി എൻ്റെ അമ്മേ ജ്യോതിമണി വിളക്കേ പാദമലർ തൊഴുതേ നടിയനു വേദന തീർത്തിടണേ വാണി മഹാദേവി തോന്നിടണം കവി വാണി മഹാദേവി തോന്നിടണം കവി കാണിമലർ പാദം കൈയെടുത്തു കുമ്പിട്ടൻ കുറവൻ അഭയം ഞാൻ തരുന്നേൻ തെക്കു തിരുവനന്തപുരമെന്ന ദിക്കിലിരുന്നാണേ ചെക്കുത്തുണിയോടു ചീട്ടിത്തരങ്ങളും ചെക്കുത്തുണിയോടു ചീട്ടിത്തരങ്ങളും ഒക്കെ കൂടിയൊക്കെ തൂക്കിയെടുത്ത് കുറവൻ ഞാൻ അഭയം ഞാൻ തരുന്നേൻ നാട്ടിൽ സുഖം പോരാ തമ്പുരാനെ നാളു കഴിച്ചിടുവാൻ നാട്ടിൽ സുഖം പോരാ തമ്പുരാനെ നാളു കഴിച്ചിടുവാൻ കൂട്ടുകാരും ഒത്ത് കുടുംബം വിട്ടിട്ട് കൂട്ടുകാരുമൊത്ത് കുടുംബം വിട്ടിട്ട് കോട്ടയത്തിലെത്തി തീ തമ്പുരാനെ കോട്ടയത്തിലെത്തി തീ അഭയം ഞാൻ തരുന്നേൻ കമ്പത്തിൽ കേറിടാം കരണം മറിഞ്ഞിടാം കമ്പത്തിൽ കേറിടാം കരണം മറിഞ്ഞിടാം ഇമ്പമോടെ ഞാനൊരു സമ്മാനം വാങ്ങിടാം കുറവൻ ഞാൻ വരുന്നേൻ അഭയം ഞാൻ തരുന്നേൻ
വട്ടുക്കിണ്ണത്തിനെ തട്ടിക്കളിച്ചിടാം വട്ടുക്കിണ്ണത്തിനെ തട്ടിക്കളിച്ചിടാം ചെറ്റയിൽ ചിപ്പുടു പന്താടുവാനായി അഭയം ഞാൻ തരുന്നേൻ കുറവൻ വന്നിട്ടും ദിന്തത്തെ അഭയം തന്നിട്ടും തരികിടത്തെ കുറവൻ വന്നല്ലോ ദിന്തത്തെ അഭയം തന്നല്ലോ തരികിടത്തെ ഗണനായകനുടെ ചരണദ്വന്ദ്വം നലമൊടു ഞാനിഹ വന്നിക്കുന്നേ നലമൊടു ഞാനിഹ വന്നിക്കുന്നേ അരുണായുള്ളൊരു ഭാരതി ദേവി അടിയണ്ണാവിൽ കുടികൊള്ളേണം അടിയണ്ണാവിൽ കുടികൊള്ളേണം വംഗകലിംഗം കാശ്മീരത്തോടു ഭംഗി കലർന്നൊരു കൂർജരദേശം ഭംഗി കലർന്നൊരു കൂർജരദേശം നല്ലൊരു മാഗധദേശം നല്ല ഈണം ചോളം പാൺ നല്ലൊരു മാഗവമാളവദേശം പണ്ടായുള്ളൊരു കഥ പറയുന്നേ പണ്ടായുള്ളൊരു പാണ്ഡ്യ നാട്ടിൽ ഉണ്ടായുള്ളൊരു കഥ പറയുന്നേ ഉണ്ടായുള്ളൊരു കഥ പറയുന്നേ പുറവംശത്തിൽ വന്നു പിറന്നൊരു നാരായണനുടെ സുന്ദരമായൊരു പുറവംശത്തിൽ വന്നു പിറന്നൊരു നാരായണനുടെ വന്നു പിറന്നൊരു മകനായുള്ളൊരു മാധവനെന്ന് ജഗദാ പറയുന്നെന്റെ പേര് മകനായുള്ളൊരു മാധവനെന്ന് ജഗദാ പറയുന്നെന്റെ പേര് അഴകായുള്ളൊരു തുന്നുപണിക്ക് മിഷ്യൻ പുതിയൊരു മാതിരി വേണം മിഷ്യൻ പുതിയൊരു മാതിരി വേണം അഴകായുള്ളൊരു തുന്നുപണിക്ക് മിഷ്യൻ പുതിയൊരു മാതിരി വേണം അഴകായുള്ളൊരു തുന്നുപണിക്ക് മിഷ്യൻ പുതിയൊരു മാതിരി വേണം അഴകായുള്ളൊരു തുന്നുപണിക്ക് മിഷ്യൻ പുതിയൊരു മാതിരി വേണം ശങ്കര, നാരായണ, ശ്രീപത്മനാഭ, വടക്കുന്നാഥ, എന്നെ കാത്തുകൊള്ളണേ. ശങ്കര, നാരായണ, ശ്രീപത്മനാഭ, വടക്കുന്നാഥ, അടിയനെ കാത്തുകൊള്ളണേ. ശങ്കര, നാരായണ, വടക്കുന്നാഥ, ശ്രീപത്മനാഭ, അടിയനെ കാത്തുകൊള്ളണേ. ചീർമ്പമ്മേ, മന്നത്തമ്മേ, മടുപ്പിയമ്മേ, ചിറ്റൂരമ്മേ, എന്നെയും കാത്തോളണേ. ദൈവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതാരാ അത്? ശങ്കര, വിശ്വദേവ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കണം. ആരാന്നല്ല. അച്ഛാ, ആ, ഞാനൊരു കുറവനല്ല അച്ഛാ. ഓ, നീ കുറവനാണല്ലേ? ശരി, നീ എവിടുന്ന് വരുന്ന കുറവനാണപ്പാ? അച്ഛാ, ആ, അച്ഛനെ തെക്കറിയോ? എനിക്ക് തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ അറിയാം. തെക്കിൽ നീ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അച്ഛാ, ആ, ഞാൻ വന്നിട്ട് തെക്ക് തിരുവനന്തപുരം അച്ഛാ. ഓ, തെക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് വരണല്ലേ? ശരി, നിന്റെ പേരെന്താണപ്പാ?
അച്ഛാ ആ ഞാൻ എന്റെ പേര് പറഞ്ഞാലേ ആ. അച്ഛനും ആ. ഈ കൂടിയിരിക്കുന്ന നാട്ടുകാരെല്ലാരും കിടുകിടാന്ന് പറയും. ഈ ചൂടത്ത് വറയ്ക്കുക എന്റെ പേര് കേട്ട് കഴിഞ്ഞല്ലേ? അതെ എന്താ അങ്ങനെ കിടുകിടാ വറയ്ക്കണ പേരെന്താണോ ഒന്ന് കേക്കട്ടെ. അച്ഛാ ആ എന്റെ പേര് വന്നിട്ട് ആ. നാണൂന്നല്ല അച്ഛാ. നാണുവേ ഇതിനാണ് കിടുകിടാ വറയ്ക്കണത്. ഞാൻ വേണമെങ്കിൽ വെറുതെ നിനക്കൊരു സമാധാനത്തിന് വേണ്ടി ഒന്ന് വറച്ച് കാണിച്ചു തരാം. അത് മതിയാവോ? പോകുമ്പോ ഞാൻ വർപ്പിച്ചോളാം അച്ഛാ. ആ അത് വറപ്പിക്കണം. ശരി, എന്താ നിന്റെ പണി എന്താണ്? അച്ഛാ ആ എന്റെ തൊഴിൽ വന്നിട്ട് ആ. അച്ഛനും ആ. ഈ നാട്ടുകാർക്കും ആ. ദാ അവിടെ നിൽക്കുന്ന മൂത്താർക്കും എല്ലാവർക്കും ഉപകാരമുള്ള തൊഴിലാണ്. അതിനെയാണ് തൊഴില് പറയുക. അക്ഷയ കേന്ദ്രം. ഏ അക്ഷയ കേന്ദ്രത്തിൽ. ആ അല്ല ഉപകാരപ്പെടുന്നതിനാണല്ലോ തൊഴിലേ പറയുക. എന്നാലേ വല്ലതും കിട്ടുള്ളൂ. എന്താ അങ്ങനെ ഉപകാരമുള്ള തൊഴില്? അച്ഛാ ആ ആ ഉപകാരമുള്ള തൊഴിൽ വന്നിട്ട് ആ കിടക്ക ഷീറ്റ് ഉണ്ടാക്കണ അത് കച്ചവടം. നല്ല ഉപകാരമുള്ള പണിയാണ്. വൈകുന്നേരം പോയാൽ സുഖമായി ഉറങ്ങാനേ കിടക്കയും ഷീറ്റ് തരാം. നല്ല നല്ല പണിയാണ്. ശരിയപ്പാ, ഇപ്പൊ എന്റെ വരവ് എവിടുന്നാണ്? അച്ഛാ ആ അച്ഛൻ തൃശ്ശൂര് കേട്ടിട്ടുണ്ടോ? ഞാൻ തൃശ്ശൂര് കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവിടുന്നാണ് പെണ്ണും എടുത്തിരിക്കണേ. നിന്റെ അല്ലെ എൻ്റെ ഒരു അനിയനുണ്ട്, അവന്റെ പെണ്ണ് അപ്പുറത്തുനിന്ന് ഗുരുവായൂരിന്ന് എടുത്തിരിക്കണം. അതൊക്കെ എനിക്കറിയാം. മനസ്സിലായില്ലേ? തൃശ്ശൂരൊക്കെ അറിയാം. നീ ഇപ്പൊ എവിടുന്നാ വരണത് മാത്രം പറയേ. അച്ഛാ ആ ഞാൻ തൃശ്ശൂർ പൂരത്തിന് നടക്കുന്ന സ്ഥലത്തുനിന്ന് വരികയാണ് അച്ഛാ. ഓ തൃശ്ശൂർ പൂരം അവിടെ നടന്നുകൊണ്ടിരിക്കണം. അവിടുന്നാണ് വരവല്ലേ? എന്തിനാ നീ അവിടെ പോയത്? അച്ഛാ ആ തൃശ്ശൂർ പൂരത്തിന് ആ നല്ല ജനത്തിരക്കായിരിക്കും. ആ. അപ്പൊ നല്ല കച്ചവടം കിട്ടാൻ വേണ്ടിട്ട് ആ. ഞാൻ അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാനും പോയതാണ് അച്ഛാ. ഓ കച്ചവടത്തിന് വേണ്ടി പോയതാണല്ലേ? അതെ അച്ഛാ. ബാങ്ക് അക്കൗണ്ട് ഒക്കെ HDFC തന്നെയാണ്? അല്ല അതും കൂടി ചോദിക്കണ്ടേ? അച്ഛാ കാശാണോ ട്രാൻസ്ഫർ ആണോ എന്നൊക്കെ അറിയണ്ടേ? അച്ഛാ ആ എന്റെ കച്ചവടം വന്നിട്ട് ആ. റൊക്കം പൈസക്ക് ആ. റൊക്കം പൈസ തന്നാൽ നല്ല അസൽ കിടക്കി അങ്ങോട്ട് തരും. ഞാൻ HDFC ആണോ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിന് മുന്നേ ഒരാളുണ്ടായിരുന്നു, ആള് ധനലക്ഷ്മിയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ HDFC ആണോ ചോദിച്ചത്. മനസ്സിലായോ? അപ്പൊ റൊക്കം കാശിന് മാത്രമേ ഈ കുറവൻ അല്ലേ സീറ്റീന്നൊക്കെ വിൽക്കുള്ളൂ. ശരിയപ്പാ, നീ പൂരത്തിന് പോയില്ലേ? പൂരം എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടുവോ? പൂരം കണ്ടുവോ? അച്ഛാ ആ തൃശ്ശൂർ പൂരമാണ് ഒരു പൂരം. അതെനിക്കും അറിയാം. കണ്ടിട്ടില്ലെങ്കിൽ ആ. നിങ്ങളുടെ ഒരു കുറവ് തന്നെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ട പൂരത്തിനെ കുറിച്ച് പറയേ. അച്ഛാ ആ ഞാൻ പൂരവിശേഷം പറയാം. പൂരവിശേഷങ്ങൾ പറയേ. പൂരമിതുപോൽ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരുമതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. പൂരമിതുപോൽ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. പൂരമിതുപോൽ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരുമതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. പൂരമിതുപോൽ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. പൂരമിതുപോൽ അതിശയമെല്ലാം ഓരോ വിധം ഇത് പറയുവാൻ കൊള്ളാം. പാലിരുന്നിട്ടു ഫലമതുമില്ല, തീരുമതിനെ കണ്ടവർക്കെല്ലാം പാപം വരവെന്തട സുന്ദര. പൂരമിതുപോൽ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. കോട്ടു ഷർട്ടും കുടയൊട്ടു ചെരുപ്പും വാച്ചും പിന്നെ നന്നായി കേട്ട ക്ഷണം അത് ജതിരകൾ സൈക്കിളിൽ ഓട്ടം തന്നെ. കോട്ടു ഷർട്ടും നാട്ടിലൊക്കെ കിടുകിട മുഴക്കം, റോട്ടുവക്കുകളിൽ അടിപെട്ട തിരക്ക്, കൂട്ടനാരിമാർ കൂടി നടക്കും, അവർ പാട്ടു സംഗീതം പാടി നടക്കും.
വരവെന്തട സുന്ദര പൂരമിതുപോൽ അതിശയമുലകിൽ പറവാനില്ല പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ബലതിമാരികളാകിരനാരിമാർ വരവു കണ്ടാൽ പിന്നെ പുരത്തിൽ ആശകരാർക്കുമതില്ല പുതുമ തന്നെ ബലതി കാലത്തു ചെന്നവർ കുളിയതും കഴിച്ച് പാലൊടു കാപ്പിയും ഭക്ഷണം കഴിച്ച് സേലത്തെ സെന്റുകൾ മേലൊക്കെ തേച്ച് പാകത്തിൽ ബൗസുകൾ അങ്ങുമിക്കുമിട്ടൊരു കുറിയും അവൻ മാലകൾ ചെയ്തിട്ടണിയും വരവെന്തട സുന്ദര പൂരമിതുപോൽ അതിശയമുലകിൽ മെച്ച മധുര ചുണ്ടലി കേറി മീതെ പൊട്ടി ചെറുകണ്ണം പാറി വാക്കുശീമ്പ പെരുവാന കേറിയ കമ്പം വരവെന്തട സുന്ദര പൂരമിതുപോൽ എന്താ തൃശ്ശൂർ പൂരം കണ്ട പോലെയായി. എന്താ പൂരം കണ്ട പോലെ തന്നെയായി. അതാകട്ടെ നാണു, നിനക്ക് ആരൊക്കെ ഉണ്ട്? അച്ഛാ, എനിക്ക് ഒരു കൊറത്തിയുണ്ട്, പിന്നെ ഒരു അമ്മയുണ്ട്. ശരി, കൊറത്തി ഉണ്ടായിരുന്നോ? കൊറത്തി അമ്മയൊക്കെ ഉണ്ടായിരുന്നോ തൃശ്ശൂർ പൂരം കാണാൻ പോകുമ്പോ? അച്ഛാ, എന്ത് പറയണേ, തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് ഒരു പറ്റി. എന്താ, എന്നെ പറ്റിച്ചു ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്തിട്ട്? അങ്ങനെ പറ്റിക്കാൻ സമ്മതിക്കില്ല. അതിലാണല്ലോ കയ്യിൽ സാധനം പിടിച്ച് നടക്കണം. ഒരൊറ്റ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവൂലേ? അതെ അച്ഛാ, ഞാനും വിചാരിച്ചല്ല. എന്താ പറ്റിയത്? അച്ഛാ, പൂരത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് എന്റെ കുറത്തി എനിക്ക് നഷ്ടപ്പെട്ടു. അച്ഛാ, നീയേ ഇതിങ്ങനെ മേലെ അത് പാറി ഇത് പാറി എന്നൊക്കെ നോക്കി നിൽക്കുമ്പോ അവളെ പാട്ടിന് പോയിട്ടുണ്ടാവേ. ഇപ്പൊ കുറത്തിയെ കാണാനില്ല അല്ലേ? അതെ അച്ഛാ. ശരി, നീ ഇവിടെ നിക്ക്. എന്തിനച്ചാ എന്നെ ഇപ്പോൾ അന്തിയിൽ വിളിപ്പാൻ അന്തം വിട്ടുറങ്ങിടുമ്പോൾ അന്വേഷിപ്പാനെന്ത്? എന്തിനച്ചാ എന്നെ ഇപ്പോൾ അന്തിയിൽ വിളിപ്പാൻ അന്തം വിട്ടുറങ്ങിടുമ്പോൾ അന്വേഷിപ്പാനെന്ത്? ആരിവിടെ വന്നതച്ച നാരിയോ പുരുഷനോ ഉരുമവരുടെ പേരുമെന്നോടു നേരു പറയണം. ആരിവിടെ വന്നതച്ച നാരിയോ പുരുഷനാണോ ഉരുമവനുടെ പേരുമെന്നോടു നേരു പറയണം. എന്തിനച്ചാ എന്നെ ഇപ്പോൾ അന്തിയിൽ വിളിപ്പാൻ അന്തം വിട്ടുറങ്ങിടുമ്പോൾ അന്വേഷിപ്പാനെന്ത്? എന്തിനച്ചാ എന്നെ ഇപ്പോൾ അന്തിയിൽ വിളിപ്പാൻ? എന്തിനാ വിളിച്ചതെന്നറിയോ? കൈപ്പിടിക്കേ പോവോന്നുള്ളൊരു പേടി, അതാണ്. അതേ, കുറവൻ ഒരുത്തം വന്നിട്ടുണ്ട്, അവനെ കാണിച്ചു തരാം. പെട്ടെന്ന് പോവരുത്, സങ്കടാവും എനിക്ക്, അതാണ്. കുറവനെ കാണിച്ചു തരാ, കണ്ട ഉടനെ അങ്ങനെ പോവരുത് പറയാ. നിന്നെ തൂക്കി എടുത്തിട്ട് പോവില്ലേ, അതിനൊത്ത ആൾ തന്നെയാണ് അവൻ. ഇവിടെ വാ. അച്ഛാ, നിങ്ങക്ക് 4 കാലാണ്. 4 കാലം ഇപ്പഴല്ലേ, രാത്രി. എന്റെ പിന്നാലെ ഒരാൾ നിൽക്കേണ്ടത്, നോക്ക് ആരാണെന്ന്. ഇതാണ് നിന്റെ കുറച്ച് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അവള് ഈ ജില്ല വിട്ടേ പോവും.
നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? എനിക്ക് ചോദിക്കാണ്ട അച്ഛാ. നിനക്കോ? എനിക്കും ചോദിക്കാണ്ട. ഞാൻ കൂടെ നിൽക്കണോ? നിൽക്കാട്ടോ. പൂരപ്പറമ്പിൽ എന്നെ പിരിയുവാൻ കാരണമെന്താടി? പൂരപ്പറമ്പിൽ എന്നെ പിരിയുവാൻ കാരണമെന്താടി? കൂറത്തി സംഗതി എന്താടി? പൂരപ്പറമ്പിൽ വെടിയിൽ പെട്ടു ഞാൻ ബോധം കെട്ടും പോയി. കൂറവാ ബോധം കെട്ടും പോയി. പൂരപ്പറമ്പിൽ വെടിയിൽ പെട്ടു ഞാൻ ബോധം കെട്ടും പോയി. കൂറവാ ബോധം കെട്ടും പോയി. ബോധം കെട്ടാൻ പിന്നെ ബോധം കെട്ടാൽ പിന്നെ കാതം കെടുവാൻ കാരണം എന്താടി? കൂറത്തി സംഗതി എന്താടി? താഴത്തെ കാവിൽ വെടിക്കു വേണ്ടി ഞാൻ കോഴിക്കോട്ടേക്കും പോയി. കൂറവാ കോഴിക്കോട്ടേക്കും പോയി. കാവിൽ പേടിക്കു വേണ്ടി ഞാൻ കോഴിക്കോട്ടേക്കും പോയി. കുറവാ കോഴിക്കോട്ടേക്കും പോയി. ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ വിടില്ല, സത്യം ചെയ്യണം. നിന്നെ ഇപ്പോൾ സത്യം ചെയ്യണം. ആ മഹാപാപി വിട്ടിട്ട് പൂവും ചെയ്തിട്ട് സത്യം പറ ചെയ്യണം നിനക്ക്. ഈ മുഖത്ത് നോക്കി അല്ലേ സത്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ ചോദിച്ചില്ലേ? സത്യം ചെയ്യണോ അച്ഛാ? സത്യം ചെയ്തേ പറ്റൂ. അതെ അച്ഛാ. അല്ലേ? അതെ. എന്നാ അവിടെ പോയി നിൽക്കും. അയ്യോ ശങ്കര വിശ്വദേവാ വയ്യാതെ വന്നു വശക്കിടായി. അയ്യോ ശങ്കര വിശ്വദേവാ വയ്യാതെ വന്നു വശക്കിടായി. കയ്യും കാലെൻ്റെ തളർന്നു പോയി. ആരോഗ്യതിയിൽ എൻ്റെ അച്ഛനമ്മേ കയ്യും കാലെൻ്റെ തളർന്നു പോയി. ആരോഗ്യതിയിൽ എന്തിനാണിത്തറ എന്തിനാണിത്തറ സങ്കടങ്ങൾ? സന്തതിയുണ്ടെങ്കിൽ നല്ലതല്ലേ? ചന്തമായുള്ളൊരു പുത്രനില്ലേ? ബന്ധുവായി വീതം ചെയ്തതാര്? ദൂഷണമെന്നെ പറഞ്ഞുവെങ്കിൽ പാഷാണം തിന്ന് മരിക്കും ഞാന്. ഭൂഷണമെന്നെ പറഞ്ഞുവെങ്കിൽ പാഷാണം ഏതുമറിയാത്ത പെണ്ണ് ഞാന്. പന്തടിച്ചെപ്പൂ കളിച്ചതല്ലേ? ഏതുമറിയാത്ത പെണ്ണ് ഞാന്. പന്തടിച്ചെപ്പൂ കളിച്ചതല്ലേ? പാഷാണം തിന്നു മരിച്ചുവെങ്കിൽ ആഴത്തിൽ കുടിവേട്ടി പാഷാണം തിന്നു മരിക്കുമെങ്കിൽ
ആഴത്തിൽ കുഴിവേട്ടി കുഴിച്ചിടും ഞാൻ. ചെയ്തു ഞാന് നേരം പോയി സത്യം ചെയ്ത നീയേ മാരണം വല്ലതും ചെയ്യും ഞാന്. കുഞ്ചി ചെറുപ്പമല്ലേ കുറത്തി കൂടെയിരുന്നതല്ലേ തരത്തിൽ വഞ്ചിക്കാതെ ഇവളൊരുത്തി എന്നെ തഞ്ചം പോലെ നിലനിറുത്തി. കുഞ്ചി ചെറുപ്പമല്ലേ കുറത്തി കൂടെയിരുന്നതല്ലേ തരത്തിൽ വഞ്ചിക്കാതെ ഇവളൊരുത്തി എന്നെ തഞ്ചം പോലെ നിർത്തട നിന്റെ നിലയും നിന്റെ വാക്കുകൾക്ക് ഇത്ര വിലയും. ഒരുത്തിക്കൊരു വക കൂട്ടം വരുത്തി വെച്ചില്ലേ വാട്ടോ. നിർത്തട നിന്റെ നിലയും നിന്റെ വാക്കുകൾക്ക് ഇത്ര വിലയും. ഒരുത്തിക്കൊരു വക കൂട്ടം വരുത്തി വെച്ചില്ലേ വാട്ടോ. മതി 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 മതി. എനിക്ക് ബോധ്യമായി, നിനക്കിനിയും ബോധ്യമായിട്ടില്ല എന്നുണ്ടെങ്കിലേ മഹാപാപം ഉണ്ടോ നീ ചെയ്യാൻ പോണത്. നിനക്ക് ഇപ്പോഴും ആ കുട്ടറെ മുഖത്ത് നോക്കി ഈ കണ്ട സത്യമൊക്കെ ചെയ്തിട്ട് നിനക്ക് ബോധ്യമായില്ലേ? അച്ഛാ എനിക്ക് ബോധ്യമായി അച്ഛാ. എനിക്കാണ് തെറ്റ് പറ്റിയത്, അല്ലാതെ ഞാൻ അവളെ വെറുതെ പഴിചാരി. തെറ്റെനിക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലായി. പശ്ചാത്താപം ഉണ്ടോ നിനക്ക്? മാപ്പ് ചോദിക്കണം തോന്നുന്നുണ്ടോ നിനക്ക്? എന്നാ ചോദിക്കേ. എന്തെല്ലാം നിന്നെ പറഞ്ഞു ഞാന് എല്ലോളമുണ്ടെങ്കിൽ കരുതരൂതേ. എന്തെല്ലാം നിന്നെ പറഞ്ഞു ഞാന് എല്ലോളമുണ്ടെങ്കിൽ കരുതരൂതേ. എന്തെങ്കിലുണ്ടെങ്കിലൊക്കെ പോട്ടെ ചന്തത്തോടെന്നെ നീ ചേർന്നിടേണം. എന്തെങ്കിലുണ്ടെങ്കിലൊക്കെ പോട്ടെ ചന്തത്തോടെന്നെ നീ ചേർന്നിടേണം. നൈഷതൻ പണ്ടുദമയന്തിയാം നാരിയെ കാട്ടിലും വിട്ടിട്ടില്ലേ. നൈഷതൻ പണ്ടു ദമയന്തിയാം നാരിയെ കാട്ടിലും വിട്ടിട്ടില്ലേ. പിന്നെയും അവർ തമ്മിൽ ചേർന്നിട്ടില്ലേ. അതുപോലെ നമ്മളും ചേർന്നു പോകാം. അവർ തമ്മിൽ ചേർന്നിട്ടില്ലേ. അതുപോലെ നമ്മളും ചേർന്നു പോകാം. ശ്രീരാമൻ ഭാര്യയാം സീത തന്നെ രാവണൻ കൊണ്ടുപോയി വെച്ചതില്ലേ. ശ്രീരാമൻ ഭാര്യയാം സീത തന്നെ രാവണൻ കൊണ്ടുപോയി വെച്ചതല്ലേ. പിന്നെയും അവർ തമ്മിൽ ചേർന്നിട്ടില്ലേ. അതുപോലെ നമ്മളും ചേർന്നു പോകാം. പിന്നെയും ചേർന്നിട്ടില്ലേ. അതുപോലെ നമ്മളും ചേർന്നു പോകാം. ഇത്രയും ചോദിക്കാനുണ്ടായിരുന്നു, ഇത്രയും പശ്ചാത്താപമുണ്ട്. അപ്പൊ നിനക്ക് ഈ കഥയൊക്കെ അറിയാലേ? ശ്രീരാമൻ സീതയോട് സത്യം ചെയ്യിപ്പിച്ച് നൈഷതൻ ദമയന്തി വിട്ട് ഈ കഥയൊക്കെ നിനക്കറിയാം. എന്നിട്ടും ഈ പൊന്നുപോലുള്ള കുട്ടടുത്ത് ഇത്രയും സത്യം നീ ചെയ്ത് മേടിച്ചു. പശ്ചാത്താപം തോന്നുന്നുണ്ടല്ലേ? ശരി, എന്തായാലും രണ്ടുപേരും ചേർന്ന സ്ഥിതിക്ക് നല്ലൊരു പാട്ട് പാടി എല്ലാവരെയും വണങ്ങി നമുക്ക് പിരിയാം. മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ തൃക്കണ്ണിൽ നിന്നും സംജാതമായി. മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ തൃക്കണ്ണിൽ നിന്നും സംജാതയായി. മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ തൃക്കണ്ണിൽ നിന്നും സംജാതമായി. മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ
തൃക്കണ്ണിൽ നിന്നും സംജാതനായി ധിക്കാരമേറും ദാരികനെ ചിക്കുന്നു കൊന്നു ഭക്തന്മാരിലൊക്കെ തെളിഞ്ഞു വിളങ്ങുന്ന ശ്രീകുറുമ്പമ്മേ കടാക്ഷിക്കണേ ഞങ്ങൾക്കെന്നും ശരണം നീ ഒന്നു മാത്രം ശ്രീകുറുമ്പമ്മേ കടാക്ഷിക്കണേ ഞങ്ങൾക്കെന്നും ശരണം നീ ഒന്നു മാത്രം എന്നും ശരണം നീ ഒന്നു മാത്രം എന്നും ശരണം നീ ഒന്നു മാത്രം പാരതിയിലുള്ള വിപത്തുക്കളെ പാടെ വിഭാവനം ചെയ്തതിനായി പാരതിയിലുള്ള വിപത്തുക്കളെ പാടെ വിഭാവനം ചെയ്തതിനായി പാരിൽ ജനിച്ചു ദുഷ്ടന്മാരെ പാടെ ഹനിച്ചു ശിഷ്യന്മാരിൽ പേർ തുരസിച്ചു ലസിക്കുന്ന മന്നത്തമ്മേ തവ പാദരവിന്ദങ്ങൾ എന്നും പണിയല്ലോ ഞങ്ങൾ മാത്രം മന്നത്തമ്മേ തവ പാദരവിന്ദങ്ങൾ എന്നും പണിയുന്നോരല്ലോ ഞങ്ങൾ എന്നും പണിയുന്നോരല്ലോ ഞങ്ങൾ എന്നും പണിയുന്നോരല്ലോ ഞങ്ങൾ അമ്പിളി ചൂടുന്ന ശങ്കരന്റെ അമ്പിളിയൊക്കുന്ന നെറ്റിയതിൽ അമ്പിളി ചൂടുന്ന ശങ്കരന്റെ അമ്പിളിയൊക്കുന്ന നെറ്റിയതിൽ നിന്നുത്ഭവിച്ചു മഹിഷിന്റെ വൻതല കൊയ്തു മഹീങ്കൻ സന്തുഷ്ടി ചേർത്തു വസിക്കുന്ന അമ്മേ മടുപ്പി ഭഗവതി ഞങ്ങളെ സമ്മോദമെന്നും കടാക്ഷിക്കണം അമ്മേ മടുപ്പി ഭഗവതി ഞങ്ങളെ സമ്മോദമെന്നും കടാക്ഷിക്കണം സമ്മോദമെന്നും കടാക്ഷിക്കണം സമ്മോദമെന്നും കടാക്ഷിക്കണം മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ തൃക്കണ്ണിൽ നിന്നും സംജാതമായി മുക്കണ്ണനാകുന്ന തമ്പുരാന്റെ തൃക്കണ്ണിൽ നിന്നും സംജാതയായി ധിക്കാരമേറും ദാരികനെ ചിക്കുന്നു കൊന്നു ഭക്തന്മാരിലൊക്കെ തെളിഞ്ഞു വിളങ്ങുന്ന ശ്രീകുറുമ്പമ്മേ കടാക്ഷിക്കണേ ഞങ്ങൾക്കെന്നും ശരണം നീ ഒന്നു മാത്രം ശ്രീകുറുമ്പമ്മേ കടാക്ഷിക്കണേ ഞങ്ങൾക്കെന്നും ശരണം നീ ഒന്നു മാത്രം ഞങ്ങൾക്കെന്നും ശരണം നീ ഒന്നു മാത്രം ഞങ്ങൾക്കെന്നും ശരണം നീ ഒന്നു മാത്രം ശരണം നീ ഒന്നു മാത്രം എന്നും 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 ശരണം നീ ഒന്നു മാത്രം ശരണം നീ ഒന്നു മാത്രം ഹലോ ഹലോ ഹലോ